ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ മറ്റാരും നമ്മളോടുകൂടെ ഇല്ലെങ്കിലും ദൈവം നമ്മളോടുകൂടെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. ദൈവവചനത്തിൻ്റെ അകത്ത് ദൈവം കൂടെ ഉണ്ടായിരുന്നു, ദൈവം ചേർത്ത് പിടിച്ചു, ദൈവം വിടുവിച്ചു, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ദൈവം ഉപേക്ഷിച്ചു, വിറ്റുകളഞ്ഞു, ഇങ്ങനെയൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? മറ്റെന്തിനേക്കാളും അധികം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം കൂടെയുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ദൈവവചനത്തിലെ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ കൃതാർത്ഥനായി. ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? അതേ അധ്യായത്തിൽ തന്നെ ഒരു 2-3 വാക്യങ്ങൾ താഴോട്ട് പോകുമ്പോൾ ദൈവകൽപ്പനകളെ അവർ മറന്നു കളഞ്ഞതുകൊണ്ട് ശത്രുക്കളുടെ കൈകളിലേക്ക് അവർ പോകേണ്ടതായിട്ട് വന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നും, ദൈവം നമ്മളോടുകൂടെ ഉണ്ടാകണമെങ്കിൽ നമുക്ക് മാതൃകയാക്കാനായിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന, നമ്മളൊന്ന് പരിശോധിക്കേണ്ടുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചിലർ വിചാരിക്കുന്നത്, ദൈവമേ എൻ്റെ കൂടെ നിൽക്കണേ എന്ന് നിലവിളിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, വെറും പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം ദൈവത്തെ കൂടെ നിർത്താനായിട്ട് പറ്റുമെന്ന്. അങ്ങനെയല്ല. ദൈവത്തെ നമ്മളുടെ കൂടെ നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നമ്മളോടുകൂടെ ഉണ്ടാകണമെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇതൊന്നും ആരും പറഞ്ഞു തരുമെന്ന് എനിക്കറിയില്ല. ഇത് ദൈവവചനമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവവചനത്തിൽ ചില വ്യക്തികളുടെ ജീവിതത്തിലെ പോരായ്മകൾ, അവർ അനുഗ്രഹിക്കപ്പെട്ട വഴികളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമുക്കത് മനസ്സിലാക്കി തരാനായിട്ടാണ്. വളരെ വേഗത്തിൽ നമുക്ക് പോകാം. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ ആ വാക്യങ്ങൾ, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി, രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലാണ്. പക്ഷേ ആ വാക്യം ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞ് എഴുതി വെക്കുകയല്ല. അതിന് പിൻപിലേക്കുള്ള ചില വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം വായിച്ച് ധ്യാനിച്ച് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ, അന്ന് ആ കാലത്ത് ഹിസ്കിയാവ് എന്ന് പറയുന്ന ഇസ്രായേലിലെ ഒരു രാജാവ്, അല്ലെങ്കിൽ യഹൂദിയയിലെ ഒരു രാജാവ്, ഇസ്രായേൽ യഹൂദി എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. അതിൻ്റെ കാരണവും ഞാൻ പറയാം. യഹൂദയിലെ രാജാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. 25-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം രാജാവാകുന്നത്. യഹൂദിയിൽ 29 വർഷങ്ങളാണ് അദ്ദേഹം രാജ്യത്തെ ഭരിക്കുന്നത്. അപ്പം ഇസ്രായേലിൻ്റെ രാജാവ്, യഹൂദയുടെ രാജാവെന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. അത് ഞാൻ പിന്നീട് പറയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം രാജാവായപ്പോൾ ചെയ്ത 5 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ 5 കാര്യങ്ങൾ. അദ്ദേഹം വെറുതെ പ്രാർത്ഥിക്കുകയല്ല. അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രാർത്ഥിച്ച് ശത്രുക്കളുടെ കൈകളിൽ നിന്നൊക്കെ അദ്ദേഹം വിടുതൽ നേടിയിട്ടുണ്ട്. പക്ഷേ ദൈവത്തെ ചേർത്ത് അദ്ദേഹം നിർത്തിയതിൻ്റെ പിന്നിൽ ഒരു 5 കാരണങ്ങൾ, ഏറ്റവും കുറഞ്ഞത് ഒരു 5 കാരണങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അത് ഈ ഒരു 5 കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിൽ ഒന്നാമത്തേത് അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ 18-ാം അധ്യായം പഠിക്കുമ്പോൾ തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴികളിലൊക്കെ നടന്ന് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. ഒന്നാമത്തേത് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. നിങ്ങൾ ബൈബിൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് നോക്കുക. നിങ്ങളും പറ്റുമെങ്കിൽ ഒരു ബൈബിള് കൈവശം എടുത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ദിവസവും നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നവരാണല്ലോ, അപ്പോൾ ആ ഭാഗം ഒന്ന് ചിന്തിക്കുക. 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. സത്യത്തിൽ ഓരോ ദൈവിക വിടുതലുകളും അനുഗ്രഹങ്ങളും നിലകൊള്ളുന്നത് ദൈവപ്രസാദത്തിലാണ്. യഹോവ എന്നിൽ പ്രസാദിച്ചതുകൊണ്ട് എന്നെ വിടുവിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവിന് പ്രസാദമുള്ളത് എന്താണെന്ന് പരിശോധിക്കണം. യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ സമയത്ത് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുക, അവന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വെറും പ്രാർത്ഥനകൾ മാത്രം പോരാ, നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദമുള്ളതായി തീരട്ടെ. നമ്മുടെ വായിലെ വാക്ക്, നമ്മുടെ നോട്ടം, നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ദൈവം പ്രസാദിക്കുന്നതാണോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച്
നമ്മളൊന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അദ്ദേഹം നീക്കേണ്ട സകല കാര്യങ്ങളെയും അദ്ദേഹം നീക്കി. അതായത് നമ്മളതിൻ്റെ 2-3 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ചെയ്തതെന്താണെന്നറിയാമോ? വിഗ്രഹ സ്തംഭങ്ങളെ വെട്ടിക്കളഞ്ഞു, അശേര പ്രതിഷ്ഠകളെ മുറിച്ചു കളഞ്ഞു, ചിലതൊക്കെ ഇടിച്ചു കളഞ്ഞു. അപ്പം നിങ്ങൾ ആ ഭാഗം എടുത്ത് വായിക്കുമ്പോൾ മുറിച്ചു കളഞ്ഞു, ഇടിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകും. മനസ്സിലായോ? എല്ലാ തരത്തിലുമുള്ള ഇത്തരത്തിൽ ദൈവം മുമ്പാകെ വിഗ്രഹങ്ങളായി നിൽക്കുന്നത്, അതായത് ആക്ഷരികമായ വിഗ്രഹങ്ങൾ മാത്രമല്ല, അതായത് അത്യാഗ്രഹം അങ്ങനെയൊക്കെയുള്ളത് പോലും ചില സമയത്ത് അതൊക്കെ ദൈവം മുമ്പിൽ വിഗ്രഹങ്ങളായി തീരുകയാണ്. അപ്പം ഇദ്ദേഹം നീക്കാനുള്ള സകലത്തെയും അദ്ദേഹം നീക്കിക്കളഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കിക്കളയണം. അപ്പം നമ്മൾ ആ ഒരു വാക്യം മാത്രം വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാകില്ല. നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ 2 ദിനവൃത്താന്തം 29, 30, 31 അധ്യായങ്ങൾ ഒന്ന് പഠിക്കണം. നമുക്ക് സമയം വളരെ പരിമിതമാണ്. ഒരു 25 ചിലപ്പോൾ 30 മിനിറ്റിനുള്ളിലൊക്കെ മെസ്സേജുകൾ തീരും. അതുകൊണ്ട് ഒത്തിരി പരിധികളുണ്ട്. എനിക്കും ടൈം കൂടുതൽ എടുക്കാനുള്ള പ്രയാസങ്ങളുണ്ട്, ആൾക്കാർക്ക് ശ്രദ്ധിക്കുന്നതിന് പ്രയാസങ്ങളുണ്ട്. അപ്പം ആ ദിനവൃത്താന്ത പുസ്തകം 29, 30, 31 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇദ്ദേഹം നീക്കിക്കളഞ്ഞതിൻ്റെ കുറച്ചുകൂടെ ഒരു വിശദീകരണം നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അതായത് യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകളൊക്കെ തുറന്ന് ആരാധന യഥാസ്ഥാനത്താക്കി. ലേവ്യരെല്ലാം അവരുടെ പണിക്ക് പോയി, അവരെയെല്ലാം തിരിച്ചു കൊണ്ടുവന്നു. യഹോവയുടെ ആലയത്തിൽ നിന്ന് അന്യം നിന്നുപോയ സകലത്തെയും അദ്ദേഹം മടക്കിക്കൊണ്ടുവരികയാണ്. അതുമാത്രമല്ല, ലേവ്യരെയും പുരോഹിതന്മാരെയും ഒക്കെ അദ്ദേഹം വിശുദ്ധീകരിക്കുകയാണ്. അപ്പം അന്നത്തെ കാലത്തെ കാര്യം പറഞ്ഞ് കുറച്ച് ചരിത്രം നിങ്ങളോട് വിളമ്പിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ശരിക്കും കുറച്ചധികം വർഷങ്ങളായി കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനേകരുടെ ജീവിതത്തിൽ ദൈവികമായ വിടുതലുകൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന പലതും ഉണ്ടാകും. അത് ഒറ്റ പ്രാർത്ഥനയിലോ ചുമ്മാ ഒരു ദിവസം ഇരുന്നത് കൊണ്ടോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റി എന്ന് വരില്ല. അതിനെ നിരന്തരമായി ദൈവസന്നിധിയിലിരുന്ന് ദൈവ വചനമാകുന്ന കണ്ണാടിയിലൂടെ നമ്മളെ പരിശോധിച്ച്, നമ്മുടെ വാക്കുകളാണോ, ചിലപ്പോൾ നമ്മുടെ നാവുകളായിരിക്കും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിൻ്റെ നാവ് എൻ്റെ നാവ് പോലെയായിത്തീരും. അപ്പം നമ്മൾ ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം രാജാവായപ്പോൾ ചെറിയൊരു കാര്യമല്ലായിരുന്നു. അദ്ദേഹത്തിന് യഹോവയുടെ ആലയത്തിൽ നിന്ന് ആലയത്തിലെ അശുദ്ധി അദ്ദേഹത്തിന് നീക്കേണ്ടതായിട്ട് വന്നു. ആലയത്തിൽ പോലും അശുദ്ധി കയറി. പ്രിയപ്പെട്ടവരെ, അന്ന് ആലയത്തിൽ കയറിയെങ്കിൽ ഇന്നും ആലയങ്ങളിൽ നമ്മളറിയാതെ കയറുന്ന അശുദ്ധിയുണ്ട്. ഈ അശുദ്ധി നീക്കാത്രത്തോളം കാലം ദൈവം നമ്മളോടുകൂടെ എങ്ങനെ വസിക്കും? അപ്പം നിങ്ങൾ ചിലർ പറയും, ഇതൊക്കെ പഴയ നിയമമല്ലേ, ഈ പഴയ നിയമത്തിലെ ഹിസ്കിയാവിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? പുതിയ നിയമത്തിൽ ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ കാലത്തും ഉണ്ടാകും എന്നല്ലേ പറഞ്ഞത്? ഞാൻ തെളിയിച്ചു തരാം നിങ്ങൾക്ക്. കൊരിന്തി ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോടൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമാകരുത്. അപ്പോൾ കൃപ വ്യർത്ഥമാകും, സാധ്യതയുണ്ട്. പ്രിയരേ, ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പം കന്മഷങ്ങളുണ്ട്. അതിൻ്റെ തൊട്ട് പിന്നിലെ വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത, അവരുടെ നടുവിൽ നിന്ന് വേറിട്ടിരിപ്പിൻ, അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായി തീരും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആഴങ്ങൾ, അതിൻ്റെ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പരിശോധനകൾ നടത്തുമ്പം നമ്മളറിയാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ ഒളിച്ചിരിപ്പുണ്ടാകാം. അത് കണ്ടെത്തി അത് പരിഹരിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു വീട് എത്ര ക്ലീൻ ചെയ്താലും, നമ്മുടെ അലമാരകൾ, നമ്മുടെ കട്ടിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് നോക്കിക്കേ,
അതിൻ്റെ ഉള്ളിൽ കുറച്ച് പൊടി കാണും. നമ്മുടെ കബോർഡുകളൊന്ന് തുറന്നു നോക്കുക, അതിൻ്റെ അകത്ത് എന്തെല്ലാം അഴുക്കുകൾ കാണും. അപ്പം നമ്മൾ എത്ര ശുദ്ധീകരിച്ചാലും ചില അഴുക്കുകൾ അവശേഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മൾ വരുമ്പോൾ, ദൈവം നമ്മളോടുകൂടെ നിൽക്കണമെങ്കിൽ, ദൈവത്തോടൊപ്പം ചേർന്ന് നമ്മൾ നടക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇദ്ദേഹം ഒരുപാട് സമയങ്ങൾ, ദിവസങ്ങൾ എടുത്തിട്ടാണ്, അതായത് ആലയത്തെ വിശുദ്ധീകരിക്കുന്നു, പിന്നെ ലേവ്യരെ, പുരോഹിതന്മാരെ വിശുദ്ധീകരിക്കുന്നു. ചില പുരോഹിതന്മാരെല്ലാം അവരുടെ പണി നിർത്തിപ്പോയി. അതിൻ്റെ കാരണം എന്താ? അന്ന് മാത്രമല്ല, അതിന് മുമ്പ് സംഭവിച്ചു. അതായത് പുരോഹിതന്മാർക്ക് കൊടുക്കേണ്ട ഒരു ഓഹരിയുണ്ട് ഈ പഴയ നിയമ കാലഘട്ടങ്ങളിൽ. ജനം കൊണ്ടുവന്ന് ദശാംശം കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം പുരോഹിതന്മാർക്കാണ് കിട്ടണം. അവർക്കത് കിട്ടാതെ വന്നു, കാരണം ജനം കൊടുക്കാതെ വന്നു. അന്നേരം ആൾക്കാർ എന്ത് ചെയ്തു? പുരോഹിതന്മാരെല്ലാം അവരുടെ വഴിക്ക് പോയി, ആരാധനയില്ലാതായി. നമ്മൾ ദൈവത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്യണം. അപ്പം ഇതെല്ലാം യഥാസ്ഥാനപ്പെടുത്തി, ആരാധന യഥാസ്ഥാനപ്പെടുത്തുന്നു, ശുശ്രൂഷകൾ യഥാസ്ഥാനപ്പെടുത്തുന്നു. ആമേൻ. അങ്ങനെ ക്ഷണത്തിൽ കാര്യം നടന്നു, ദൈവ സമാധാനമുണ്ടായി. മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നത് പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കടന്നെന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറയാം, അത് നമ്മുടെ വിഷയമല്ല. പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കടന്നു. അത്ഭുതമല്ലേ? ആ വാക്കുകൾ ഭയങ്കരമല്ലേ? പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കടന്നു, സ്വർഗത്തിലേക്ക് കടക്കുന്ന പ്രാർത്ഥന. എത്ര മനോഹരമായ വാക്കുകളാണ്. അപ്പോൾ രണ്ടാമത്തേത്, ദൈവത്തോടു കൂടെ കൂടെ നിൽക്കാനായിട്ടുള്ള വഴിയെന്ന് പറയുന്നത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, യഹോവയിൽ ആശ്രയിച്ചു. അദ്ദേഹത്തിൻ്റെ ദൈവാശ്രയം എന്ന് പറഞ്ഞത് തികഞ്ഞ ദൈവാശ്രയമായിരുന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും തികഞ്ഞ ദൈവാശ്രയത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുക. ജീവിതത്തിലെ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും, നമ്മളൊരു കടയിൽ പോയി ഒരു ചെറിയ സാധനം വാങ്ങാനാണെങ്കിൽ പോലും കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ പോവുക. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചൊരു മനുഷ്യനായിരുന്നു ഹിസ്കിയാവ് എന്ന് പറയുന്ന ആ ഒരു രാജാവ്. നമുക്ക് മാതൃകയാക്കാനായിട്ട് പറ്റുന്ന, അദ്ദേഹത്തിന് ശേഷവും അദ്ദേഹത്തിന് മുമ്പും അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിട്ടില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അടുത്തത്, ദൈവത്തോട് ചേർന്നിരുന്നു. നാലാമത്തേതാണ് ചേർന്നിരുന്നു. അപ്പം ആശ്രയിച്ചു, ചേർന്നിരുന്നു, പിന്മാറാതെ കൽപ്പനകളെ പ്രമാണിച്ചു. കണ്ടോ? ചേർന്നിരുന്നു. ശരിക്കും ഒരു വ്യക്തിയെ ദൈവം ഉയർത്തുന്നതിൻ്റെ പിന്നിൽ ഭൗതിക ഉയർച്ച മാത്രമല്ല കേട്ടോ, ആത്മീയമായ ഒരു ഉയർച്ചയും കൂടി ചേർത്ത് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. കണ്ടോ? പറ്റിയിരുന്ന് ദൈവിക വിടുതലുകൾ അനുഭവിക്കുക. യോശുവയും അതുപോലെ തന്നെ നൂൻ്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും, അവരെക്കുറിച്ച് പറയുന്നത് ദൈവമായ യഹോവയോട് പറ്റി നിന്നതുകൊണ്ട്, ചേർന്ന് നിന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നതുകൊണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകൾ ദൈവവചനത്തിൻ്റെ അകത്തുണ്ട്. ചില ഭാഗങ്ങളിൽ നമ്മൾ അങ്ങനെയുള്ളവരെ കാണുന്നുണ്ട്. ലേവ്യർ യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ദൈവത്തോടും ദൈവവചനത്തോടുമൊക്കെ ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് കഴിയണം. മറ്റുള്ള പല പക്ഷങ്ങളിലേക്കും പലരും തിരിയുമ്പോൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ പക്ഷമായി നിൽക്കാൻ തക്കവണ്ണം ഈ ഒരു തലമുറയിൽ, ഈ ഒരു കാലങ്ങളിൽ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മെസ്സേജുകളൊക്കെ പലതും കേട്ടിട്ട് എന്നെ വിളിക്കുന്ന പല പ്രിയപ്പെട്ടവരുടെയും അവരുടെ ആഗ്രഹവും അവരുടെ താല്പര്യവും ഒക്കെ ഫോണിലൂടെ കേൾക്കുമ്പം പലരെയും എനിക്ക് നേരിട്ട് പരിചയമില്ല, പലരെയും കണ്ടിട്ടില്ല. പക്ഷേ അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരുപാട് ആളുകൾ ഈ നാളുകളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പം ഹിസ്കിയാവിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അദ്ദേഹം യഹോവയോട് ചേർന്നിരുന്നു എന്നാണ്. ദൈവത്തോട് ചേർന്നിരുന്നു. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഏതാണെങ്കിലും ദൈവത്തെ ഉപേക്ഷിക്കാതെ ദൈവത്തോട് ചേർന്നിരിക്കുക. അത് കാരാഗ്രഹമാകട്ടെ, അത് കുണ്ടറയാകട്ടെ, അത് രോഗാവസ്ഥയാകട്ടെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും ദൈവത്തോട് ചേർന്നിരിക്കുക. യോസഫൊക്കെ അങ്ങനെ ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ടല്ലേ കാരാഗ്രഹത്തിലും പൊത്തിഫറിൻ്റെ വീട്ടിൽ പാപത്തിൻ്റെ പ്രേരണ തനിക്കുണ്ടായി, പാപത്തിൻ്റെ വലിയ വശീകരണം തൻ്റെ മുമ്പിലേക്കുണ്ടാകുന്നു. കാരാഗ്രഹത്തിൽ
മറ്റാരും കടന്നു പോകാത്ത കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. അന്നേരമെല്ലാം ദൈവത്തോട് താൻ ചേർന്നിരുന്ന് വിശ്വസ്തനായി നിലനിന്നതുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം തന്നെ കരം പിടിച്ചുയർത്തി. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്നിരിക്കാൻ തയ്യാറാകുക. ഇപ്പം അതിനോട് തന്നെ ചേർന്നിരുന്ന ഒരു വാക്യമാണ്, പിന്മാറാതെ കൽപ്പനകളെ പ്രമാണിച്ചു. പിന്മാറാതെ കൽപ്പനകളെ പ്രമാണിച്ചു. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ പറയുന്ന ഈ വാക്യങ്ങൾ 2 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ്. പിന്മാറാതെ, കണ്ടോ, ആശ്രയിച്ചു, ചേർന്നിരുന്നു, പിന്മാറാതെ അവിടുത്തെ കൽപ്പനകളെ പ്രമാണിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പിന്മാറ്റം എന്ന് പറയുന്ന ഒരു കാര്യം, പിന്മാറ്റത്തിന് കൊടുക്കേണ്ടി വരുന്ന വില ഭയങ്കരമാണ്. ചിലർ പറയും, പിന്മാറിയാൽ എന്നതാ കുഴപ്പം, ദൈവസ്നേഹവാനല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ജീവിതത്തിൽ പിന്മാറിപ്പോയവർ മടങ്ങി വന്നിട്ടുണ്ട്, ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് പല സമയങ്ങളിലും ആ പഴയ ഒരു തീവ്രതയിൽ ദൈവത്തെ സ്നേഹിക്കാനോ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടാനോ പല മേഖലകളിലും അവർക്ക് കഴിയാതെ പോകും. ദൈവത്തിന് സ്തോത്രം. അത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ പൈശാചികമായ ചില മേഖലകൾ അതിന് പിന്നിലുണ്ടാകാം. ഇല്ല എന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ദൈവം അത് അനുവദിച്ചു കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു പിന്മാറ്റത്തിൻ്റെ ആ ഒരു ശിക്ഷ എന്നതുപോലെ ചില ഭാരങ്ങളിലൂടെ ചില നാളുകൾ അവർ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്താണ് എഴുതിയിരിക്കുന്നത്? അത്യുന്നതൻ്റെ വചനത്തോട് മത്സരിച്ചിട്ട് ഇരുട്ടിലും അന്ധതമസിലും ഇരുന്നു എന്നൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പം ഈ ഒരു 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് വളരെ വേഗത്തിൽ നമ്മുടെ മെസ്സേജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പം ഈ ഒരു 5 കാര്യങ്ങൾ, അപ്പം ഈ ഒരു 5 കാര്യങ്ങൾ ചെയ്തപ്പോൾ എഴുതിയിരിക്കുന്നത്, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ കൃതാർത്ഥനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ യാത്രകളിൽ നമ്മൾ കൃതാർത്ഥന്മാരാകണമെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ കൃതാർത്ഥരാകണമെങ്കിൽ, ദൈവം വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ നമുക്ക് അനുഭവിപ്പാനായിട്ട് കഴിയണമെങ്കിൽ ദൈവം നമ്മളോട് കൂടെ ഉണ്ടാകണം. ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ദൈവം കൂടെ ഇരുന്നെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവം കൂടെ ഇല്ലാത്തവരുണ്ടോ? ഉണ്ട്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു, ഇദ്ദേഹം യഹൂദയുടെ രാജാവാണ്. 2-3 വാക്യങ്ങൾ നിങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഇസ്രായേൽ. അപ്പോൾ ചിന്തിക്കും, ഇസ്രായേലും യഹൂദയും ഒന്നു തന്നെയാണ് അല്ലേ എന്നൊക്കെ ചിന്തിക്കും. കൺഫ്യൂഷൻ ഉണ്ടാകും. വളരെ ഷോർട്ടായിട്ട് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ശലോമോൻ്റെ അനുസരണക്കേട് കൊണ്ടാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടത് പോലും. അതായത് ശലോമോൻ യഹോവയുടെ അനുസരണക്കേട് കാണിച്ചു. ദൈവം ശലോമോനെതിരെ പ്രതിയോഗികളെ എഴുന്നേൽപ്പിച്ചു. ഈ രാജ്യത്തെ ദൈവം 2ആയിട്ട് തുണിയൊക്കെ കീറുന്നത് പോലെ ദൈവം ഇതിനെ 2ആയിട്ട് അങ്ങ് കീറിക്കളഞ്ഞു. അങ്ങനെ ഉണ്ടായ 2 രാജ്യങ്ങളാണ്, ഒന്ന് ഇസ്രായേൽ, 2 യഹൂദ. യഹൂദയുടെ തലസ്ഥാനമാണ് യെരുശലേം, ഇസ്രായേലിൻ്റെ തലസ്ഥാനമാണ് ശമരിയ. അപ്പോൾ ഈ ഇസ്രായേലിനെയാണ് അരാമ്യർ വന്ന് ഞെരുക്കി ചില നാളുകൾ ഉപരോധിച്ച് അരാമ്യർ ഈ ഇസ്രായേലിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അപ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവം ഇദ്ദേഹത്തോട് കൂടെ ഇരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത്, അല്ലെങ്കിൽ അതിൻ്റെ അങ്ങേ സൈഡിൽ ഒരു കൂട്ടം അവർ ദൈവവിളി കേട്ട് ഇറങ്ങിയവരാണെങ്കിലും അവർ പരാജയത്തിൻ്റെ വക്കിലാണ്. അവർ ദൈവമില്ലാത്തൊരവസ്ഥയിലേക്ക് അകപ്പെട്ടു പോയി. ദൈവം അവരെ ഉപേക്ഷിച്ച് കളഞ്ഞൊരു സാഹചര്യത്തിലേക്ക് അവർ എത്തപ്പെട്ടു പോയി. ഇന്നും ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു ഭാഗത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് വിടുതലുകൾ അനുഭവിച്ചുകൊണ്ട്, ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ, മറുഭാഗത്ത് ദൈവത്തെ അറിഞ്ഞു എന്ന് പുറം ലോകം മനസ്സിലാക്കിയാലും ജീവിതത്തിൻ്റെ വഴികളിൽ ദൈവിക വിശ്വസ്തതകൾ നഷ്ടപ്പെട്ട് എവിടേക്കെയോ വീണുപോയതുകൊണ്ട്, അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട്, ദൈവത്തെ മനസ്സിലാക്കേണ്ടതുപോലെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതുകൊണ്ട് ദൈവം വെച്ച ആത്മീക അനുഗ്രഹങ്ങളെ അനുഭവിക്കാൻ കഴിയാത്തവരായി, ബന്ധനസ്ഥരായി, പിശാചിൻ്റെ കെണികളിലും കുടുക്കുകളിലുമൊക്കെ പെട്ട് കിടക്കുന്നവർ ഉണ്ടോ? ഉണ്ട്. അപ്പോസ്തലനായ പൗലോസ് പോലും പറയുന്നുണ്ടല്ലോ, പിശാചിൻ്റെ കെണികളിൽപ്പെട്ട് സുബോധമില്ലാത്തവരായി കിടക്കുകയാണ്. അങ്ങനെയുള്ളവരെ കുറിച്ചൊക്കെ ദൈവവചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അനുഗ്രഹിക്കപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് ഇങ്ങനെയൊക്കെ പെട്ടുകിടക്കുന്ന ചില ആളുകളും ഉണ്ടെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ
ദൈവം നമ്മളോടുകൂടെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നമ്മളോടുകൂടെ വസിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ നമ്മളോടുകൂടെ വസിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മാത്രമല്ല, ഇതിനു മുൻപുള്ള പല വീഡിയോകളിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഇസ്രായേലിൻ്റെ രാജാക്കന്മാരുടെ ചരിത്രം നമ്മൾ എടുത്താൽ ധാരാളം രാജാക്കന്മാർ നമുക്ക് കാണാനായിട്ട് പറ്റും. ചിലർ ദൈവത്തോട് ചേർന്ന് നിന്ന് അനുഗ്രഹം പ്രാപിച്ചവരാണ്. ചിലർ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി ദൈവിക ശിക്ഷാവിധികൾ ഏറ്റുവാങ്ങിയവരാണ്. അപ്പോൾ ചോദിക്കും, പുതിയ നിയമത്തിലുണ്ടോ? ഉണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിലേക്ക് നമ്മൾ വരുമ്പോൾ ലവോദിക്യ സഭയുടെ പുറത്താണ് കർത്താവ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെയും അവന് എന്നോടുകൂടെയും അത്താഴം കഴിക്കും. കണ്ടോ, പുറത്തേക്ക് പോയി. എന്നാൽ സ്മുർണയുടെയൊക്കെ സഭയിലേക്ക് വരുമ്പോൾ ആ കയ്പിൻ്റെയൊക്കെ ഒരു അനുഭവമാണെങ്കിൽ പോലും അവർ കുറച്ചുകൂടെ കൂട്ടായ്മ അനുഭവിക്കാൻ അവർക്ക് കഴിയുകയാണ്. കണ്ടോ, അപ്പം ഇത് ശരിക്കും ദൈവത്തിൻ്റെ പ്രശ്നമല്ല. ഇത് പല സമയങ്ങളിലും ഓരോ വ്യക്തികളും ദൈവവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ അകത്ത് അവരവരുടെ സ്വയമായ തീരുമാനവും സമർപ്പണവുമാണ്. അതുകൊണ്ട് ഹിസ്കിയാവ് എടുത്ത ആ ഒരു വലിയ തീരുമാനം, അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങൾ വരില്ലെന്നല്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഹിസ്കിയാവ് ചെയ്തിട്ടും അശൂർ രാജാവായ സാൻഹരീബ് വന്ന് യഹൂദയെ ഉപരോധിച്ച് നടത്ത വാക്യത്തിൽ കാണുന്നുണ്ട്. അതൊരു ആത്മീക പോരാട്ടമാണ്. അത് ഒരു ഗൗരവമായ ആത്മീക പോരാട്ടമാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആത്മീക പോരാട്ടമില്ല എന്നുള്ളതല്ല, പോരാട്ടമുണ്ട്. പക്ഷേ അദ്ദേഹം ആ പോരാട്ടത്തെ പ്രാർത്ഥനയിലൂടെയും ദൈവാശ്രയത്തിലൂടെയും തരണം ചെയ്ത് ഒരു വലിയ വിജയം അദ്ദേഹം നേടിയെടുക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വീണ്ടും ഒരിക്കൽ കൂടി 5 കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. 1, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു, ജീവിതത്തിൽ പ്രസാദമുള്ളത് ചെയ്യുക. രണ്ടാമത്തേത്, നീക്കിക്കളയേണ്ടതിനെ എല്ലാം ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയുക. എല്ലാ തരത്തിലുള്ള പാപവും കളവും ചതിവും ദൈവം വെറുക്കുന്ന ജാതീയമായ ആചാരങ്ങളും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിനെ എല്ലാം നീക്കിക്കളയുക. മൂന്നാമത്തേത്, തികഞ്ഞ ദൈവാശ്രയത്തിൽ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. നാലാമത്തേത്, ദൈവത്തോട് ചേർന്ന് നടക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തേത്, പിന്മാറാതെ ദൈവകൽപ്പനകളെ അനുസരിക്കുക. പ്രിയപ്പെട്ടവരെ, ആമേൻ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം അനുസരിക്കുന്നവരാണ്. കർത്താവെ, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വരും. ഞാൻ അവരെ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ലെന്ന് പറയുന്ന ദിവസങ്ങളുണ്ടെന്ന്. അതുകൊണ്ട് ദൈവം നമ്മളോട് കൂടെ ഇരിക്കണമെങ്കിൽ അവിടുത്തെ കൽപ്പനകളെ അനുസരിക്കുക. യേശുവിനെ രക്ഷകനും കർത്താവുമായി ജീവിതത്തിൽ സ്വീകരിക്കുക. അവിടുന്ന് കൽപ്പിച്ചത് ദൈവത്തിന് സ്തോത്രം അനുസരിക്കുക. ജലത്തിൽ സാക്ഷീകരിക്കുക. വേർപാടിലും വിശുദ്ധിയിലുമൊക്കെ ദൈവത്തെ ആരാധിക്കുക. നിത്യജീവനായിട്ട് ഒരുങ്ങുക. കർത്താവിൻ്റെ വരവിന് വേണ്ടി അതേ പരിശുദ്ധാത്മാവിൻ നമ്മുടെ ആ ഒരു ജീവിതത്തെ കാത്തു സൂക്ഷിച്ച് പ്രത്യാശയോടെ ദൈവവചന അടിസ്ഥാനത്തിൽ മുമ്പോട്ട് നീങ്ങുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മളോട് എല്ലാവരോടും കൂടെ കർത്താവ് ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ കർത്താവിനോട് കൂടെ വസിക്കുന്നെങ്കിൽ താമസം വിന അവിടുത്തോടൊപ്പം നമ്മൾ വസിക്കുന്ന ദിവസങ്ങൾ ആസന്നമാണ്. ആ പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിച്ച് ധാരാളമായ ദൈവകൃപ നിങ്ങളുടെ മേൽ പകരട്ടെ. ആമേൻ.